നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. നമ്മളിവിടെ വായിക്കുന്നത് ഭഗവത്ഗീത യഥാരൂപമാണ്. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണ കൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 10ാമത്തെ അധ്യായമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനൻ യുദ്ധം ചെയ്യുന്നതാണ് യഥാർത്ഥ നീതി, അതാണ് ഭഗവാന്റെ ആഗ്രഹം എന്ന് വ്യത്യസ്ത രീതികളിലൂടെ പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ ഭാഗത്ത് ആത്മതത്വോപദേശം, ജീവനും ശരീരവും തമ്മിലുള്ള വ്യത്യാസം, ശരീരം നശിച്ചു കഴിഞ്ഞാലും ജീവൻ നശിക്കുന്നില്ല, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാലും അർജുനന്റെ ബന്ധുക്കൾക്ക് ഒരു നാശവും സംഭവിക്കുന്നില്ല, അവർക്ക് യുദ്ധത്തിൽ മരിച്ചത് കൊണ്ട് ഉയർന്ന ലോകങ്ങളിലേക്കുള്ള പോക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ, അതുകൊണ്ട് യാതൊരു നഷ്ടവുമില്ല എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. പിന്നീട് കർമ്മയോഗം അനുസരിച്ച് ക്ഷത്രിയൻ എന്നുള്ള നിലയ്ക്ക് സാമൂഹികമായിട്ടുള്ള നീതി അനുസരിച്ചും യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് അർജുനന്റെ യഥാർത്ഥ കർത്തവ്യം. യുദ്ധം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ യാതൊരു ശ്രേയസ്സും അർജുനൻ ഉണ്ടാകുന്നില്ല. അർജുനൻ ശത്രുപക്ഷത്തെ കണ്ട് ഭയന്ന് ഓടിയതാണ്. യുദ്ധം ചെയ്യാൻ ഭയന്ന് ഓടിയതാണ് എന്നാണ് അർജുനൻ യുദ്ധം ചെയ്തിട്ടില്ലെങ്കിൽ ആളുകൾ പറയാൻ പോകുന്നത് എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് ബുദ്ധിയോഗം അനുസരിച്ച്. ബുദ്ധിയോഗം എന്ന് പറയുന്നത് ഭഗവാനുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഗുരുവിന്റെ ആജ്ഞാനുപ്രകാരം ഗുരുവിന്റെ നിർദ്ദേശത്തിന്റെ കീഴിൽ ഭഗവാന് വേണ്ടി സേവനങ്ങൾ അർപ്പിക്കുന്നതാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. നേരിട്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ബുദ്ധിയോഗത്തിൽ ചെയ്യുന്നത്. അത് ആർക്കാണ് ചെയ്യാൻ സാധിക്കുന്നത്, ആർക്കാണ് ചെയ്യാൻ സാധിക്കാത്തത് എന്നൊക്കെ ബുദ്ധിയോഗത്തിന്റെ ആദ്യത്തെ ഭാഗത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വല്ലാതെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളുള്ള വ്യക്തികൾക്ക് കാമാത്മാന സ്വർഗപര ജന്മകർമ്മ ഫലപ്രദ ക്രിയാവിശേഷ ബഹുല ഭോഗ ഐശ്വര്യ ഗതി. അവർ വേദസാഹിത്യങ്ങളൊക്കെ പഠിക്കുന്നത് അവരുടെ കാമത്തിന് വേണ്ടി, ഭൗതികമായിട്ടുള്ള തൃപ്തി നേടുന്നതിന് വേണ്ടിയാണ് അവർ വേദസാഹിത്യങ്ങളൊക്കെ പഠിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ബുദ്ധിയോഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവാനിൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഉറച്ച് ഭഗവാനെ ജീവിത ലക്ഷ്യമാക്കി കരുതുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന ബഹുശാഖാഹി അനന്താശ്ച ബുദ്ധയോ അവ്യവസായിന. ഒരുപാട് ജീവിതത്തിൽ അഭിലാഷങ്ങളുള്ളവർക്ക്, ഭൗതികമായിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ബുദ്ധിയോഗത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്കും ബുദ്ധിയോഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭോഗൈശ്വര്യ പ്രസക്താനം തയ അപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗ ന വിധീയതേ. അവർക്കും നേരിട്ട് ഭഗവാനുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല. ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നേരിട്ട് ഭഗവാനുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബുദ്ധിയോഗം സാധാരണ വേദശാസ്ത്രങ്ങളിലെ നിർദ്ദേശങ്ങളെക്കാൾ ഉപരിയാണ്. ബുദ്ധിയോഗം പരിശീലിക്കുന്നവർക്ക് വീണ്ടും വേദസാഹിത്യങ്ങളിലെ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ല എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
യാവാൻ അർത്ഥ ഉദപാനെ സർവത സംപ്ലതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തി വേദസാഹിത്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ള വ്യക്തിയേക്കാൾ ഉയർന്ന നിലവാരത്തിലാണ് സ്ഥിതി ചെയ്യുക. വേദങ്ങളെല്ലാം പഠിക്കുന്നവരെ ഒരു കൊച്ചു കിണർ സ്വന്തമായിട്ടുള്ള വ്യക്തിയായിട്ട് ഉപമിച്ചിട്ടുണ്ടായിരുന്നു. നേരിട്ട് ഭഗവാന്റെ സേവനം ചെയ്യുന്ന വ്യക്തിയെ വലിയൊരു ജലാശയം സ്വന്തമായിട്ടുള്ള വ്യക്തിയായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ആ ഒരു വ്യത്യാസം ഉദ്യോഗത്തിൽ പ്രവർത്തിക്കുന്നവരും വേദസാഹിത്യങ്ങൾ പഠിക്കുന്നവരും തമ്മിലുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഈ ഉദ്യോഗത്തിൽ പ്രവർത്തിക്കേണ്ടത്, ആ പ്രവർത്തിക്കേണ്ട ഒരു രീതി ഭഗവാൻ പറഞ്ഞു തന്നു. കർമ്മണ്യേവ അധികാരസ്ഥെ മാ ഫലേഷു കഥാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സംഗോസ്തു അകർമ്മണി. എങ്ങനെയാണ് ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത്? ഭഗവാൻ നേരിട്ട് നിർദ്ദേശിച്ചോ, ഭഗവാൻ നേരിട്ട് ഭഗവത്ഗീതയിലൂടെയോ ഭാഗവതത്തിലൂടെയോ നിർദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ആധികാരികമായിട്ടുള്ള ഗുരു പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുക. കർമ്മണ്യവ അധികാരസ്ഥ, അധികാരപ്പെടുത്തിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് ബുദ്ധിയോഗത്തിലുള്ള പ്രവർത്തനം. പക്ഷെ അതിന്റെ കർമ്മഫലം ആഗ്രഹിക്കാൻ പാടില്ല. ബുദ്ധിയോഗത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എന്താണ് കർമ്മഫലം? ഭഗവാന്റെ തൃപ്തിയാണ് കർമ്മഫലം. ഭഗവാനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ കർമ്മഫലം. അല്ലാതെ ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയല്ല ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത്. ഇത് ഭഗവാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ആ ഒരു രീതിയിലാണ് ബുദ്ധിയോഗത്തിലുള്ള പ്രവർത്തനം. അല്ലാതെ ഇന്ന് ബുദ്ധിയോഗത്തിൽ എന്തെങ്കിലും പ്രവർത്തിച്ചു, ഭഗവാനെ കുറിച്ച് കേട്ടു, ഭഗവാനെ കുറിച്ച് സംസാരിച്ചു, അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു മാജിക് സംഭവിക്കും എന്ന് വിചാരിച്ച് പ്രവർത്തിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. കർമ്മണ്യേവ അധികാരസ്ഥെ മാ ഫലേഷു കഥാചന. ഭൗതിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമല്ല ബുദ്ധിയോഗത്തിലുള്ള പ്രവർത്തനം. അത് ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രമുള്ള പ്രവർത്തനമാണ്. അതുകൊണ്ട് അതിൽ നിന്നും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ആഗ്രഹിക്കരുത് എന്നാണ് ഭഗവാൻ പറയുന്നത്. മാ കർമ്മഫലഹേതുർഭൂ മാതേ സംഗോസ്തു അകർമ്മ. ഇനി സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതും ബുദ്ധിയോഗത്തിലുള്ള പ്രവർത്തനമല്ല എന്നാണ് പറയുന്നത്. സ്വന്തം കർമ്മഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ബുദ്ധിയോഗത്തിലുള്ള പ്രവർത്തനമല്ല. മാതേ സംഗോസ്തു അകർമ്മണി. ബുദ്ധിയോഗത്തിൽ നമ്മൾ ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നതും ബുദ്ധിയോഗമല്ല എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യുന്നില്ല, ഞാനെല്ലാം ഉപേക്ഷിച്ചു, ഭൗതികമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞാൻ ഒന്നും ചെയ്യുന്നില്ല, അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുന്നതും ബുദ്ധിയോഗത്തിലെ പ്രവർത്തന രീതിയല്ല. ബുദ്ധിയോഗത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട്. സാധാരണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് അത് ബുദ്ധിയോഗമാകുന്നില്ല എന്നാണ് പറയുന്നത്. ധാരാളം പ്രവർത്തനങ്ങൾ ബുദ്ധിയോഗത്തിൽ ഭഗവാന് വേണ്ടി പ്രവർത്തിക്കാനുണ്ട്. അപ്പോൾ ഭക്തി സേവനം എന്ന് പറയുന്നത് പ്രവർത്തനമാണ്. ധാരാളം പ്രവർത്തനങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രവർത്തിക്കാതിരിക്കുന്നതും ബുദ്ധിയോഗത്തിലെ രീതിയല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ആ ബുദ്ധിയോഗത്തിലെ പ്രവർത്തന രീതിയെ കുറിച്ച് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഗുരുവിന്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കർമ്മഫലം ഇച്ഛിക്കാതെ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി അല്ലെങ്കിൽ ഗുരുവിന്റെ തൃപ്തിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നത് മാത്രമാണ് ബുദ്ധിയോഗം. അല്ലാതെ കർമ്മമൊന്നും പ്രവർത്തിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ ഫലേച്ഛയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോ ബുദ്ധിയോഗത്തിലെ പ്രവർത്തനമല്ല എന്ന് ഭഗവാൻ വ്യക്തമാക്കി. അങ്ങനെയാണ് ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞത്. ഇനി ആ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകേണ്ട നമ്മുടെ മനോഭാവം, നമ്മൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഏത് മനോഭാവത്തിലായിരിക്കണം ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കേണ്ടത് 48-ാം ശ്ലോകത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. യോഗസ്ഥക്കുരു കർമാണി സംഘം തിക്വാ ധനഞ്ജയ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്യത്തെ. ഭഗവാനുമായിട്ട് ചേർന്ന് നിന്ന് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളൊന്നുമില്ലാതെ സിദ്ധ്യോ സമോഭൂത്ത, പുറമേയുള്ള സാഹചര്യങ്ങൾ ജയമായാലും പരാജയമായാലും സുഖമായാലും ദുഃഖമായാലും രണ്ട് സാഹചര്യങ്ങൾ മാറി മാറി വന്നാലും ഒരേപോലെ
ഒരേ രീതിയിൽ കടമ എന്നുള്ള രീതിയിൽ ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ബുദ്ധിയോഗത്തിലേക്ക് വന്നതുകൊണ്ട്, ഭക്തിയോഗത്തിലേക്ക് വന്നതുകൊണ്ട് നാളെ മുതൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് മുഴുവൻ നല്ല കാര്യങ്ങൾ, മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംഭവിക്കും എന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഭൗതിക ലോകത്തിലായതുകൊണ്ട് സുഖവും ദുഃഖവും, ചൂടും തണുപ്പും, അതേപോലെ ജയവും പരാജയവും ഇതൊക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിലൊന്നും പതറാതെ നമ്മൾ ബുദ്ധിയോഗത്തിൽ ഉറച്ചു നിന്ന് ഭഗവാന് വേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത്. പുറമേയുള്ള സാഹചര്യങ്ങൾ ബാധിക്കാതെ, അതിൽ നമ്മൾ സംഘം വെക്കാതെ, അതിൽ പതറാതെ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കേണ്ടതിനാവശ്യമായിട്ടുള്ള എല്ലാ മാർഗനിർദ്ദേശവും ഭഗവാൻ നൽകുന്നുണ്ട്. ഞാൻ ഇന്ന് ഭക്തിയോഗം ചെയ്തു, നാളെ മുതൽ എനിക്ക് യാതൊരു ദുഃഖവും അനുഭവപ്പെടരുത്. എന്തെങ്കിലും ദുഃഖം അനുഭവപ്പെടുകയാണെങ്കിൽ ഞാൻ ഇത് നിർത്തിപ്പോകും എന്നുള്ള മനോഭാവത്തിൽ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. കാരണം ഭൗതിക ലോകമായതുകൊണ്ട് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും ദുഃഖവും സുഖവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ആളുകൾ ചിലപ്പോൾ മോശമായിട്ട് നമ്മളോട് പെരുമാറും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. എന്നാൽ പോലും അതിലൊന്നും പതറാതെ, അതിന് ചൈതന്യ മഹാപ്രഭു നമ്മൾക്ക് വലിയൊരു നിർദ്ദേശം തന്നിട്ടുണ്ട്. ഈ കലിയുഗത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഭക്തിയുഗത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഋണാദപി സുനീചേന തരോരഭി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹ. നമ്മൾക്ക് ഭഗവാന്റെ നാമപ്രചരണം ചെയ്യണമെങ്കിൽ, ഭഗവാന്റെ ഭക്തി സേവനത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമാനിന മാനദേന, മറ്റുള്ളവർക്ക് എല്ലാവിധ ബഹുമാനങ്ങളും നൽകിക്കൊണ്ട്, എല്ലാവരും തന്നെ ബഹുമാനിക്കണമെന്ന് പ്രതീക്ഷിക്കാതെ, തൃണാദപി സുനീചേന, ഒരു പുല്ലിനെ പോലെ സഹിഷ്ണുവായിക്കൊണ്ട്, ഒരു മരത്തെ പോലെ സുഖദുഃഖങ്ങൾ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഉദ്യോഗത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല യഥാർത്ഥത്തിൽ. പക്ഷെ നമ്മുടെ മനോഭാവം ഇതാണെങ്കിൽ, നമ്മുടെ മനോഭാവം ലളിതമാണെങ്കിൽ, മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയുള്ള ഭക്തന്മാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. സിദ്ധ്യോ സമോഭൂത സമത്വം യോഗ ഉച്ചതി. ഇങ്ങനെ എല്ലാ സാഹചര്യത്തിലും ഭക്തിയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഭഗവാനുമായിട്ട് ബന്ധം വന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ഭഗവാൻ പറയും. ഭഗവാന്റെ സഹായമില്ലാതെ എല്ലാ സാഹചര്യത്തിലും ഒരേപോലെ ഇരിക്കാൻ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. സിദ്ധ്യോ സമോഭൂത സമത്വം യോഗ ഉച്ചതി. ആ സമത്വം എല്ലാ അവസരത്തിലും, എല്ലാ ദിവസത്തിലും ഒരേപോലെ ഭക്തി ചെയ്യുന്നത് ഭഗവാനുമായിട്ടുള്ള ബന്ധത്തിന്റെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. ഭഗവാനുമായിട്ട് ബന്ധമില്ലാതെ, ഭഗവാൻ ഉള്ളിൽ നിന്ന് പ്രേരിപ്പിക്കാതെ ഒരു വ്യക്തിക്കും തുടർച്ചയായി ഭക്തി സേവനത്തിൽ നിലനിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് ശ്ലോകങ്ങളും, 47, 48 ശ്ലോകങ്ങളും ബുദ്ധിയോഗത്തിൽ അല്ലെങ്കിൽ ഭക്തി സേവനത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം, ഒരു ഭക്തന്റെ മനോഭാവം എന്തായിരിക്കാം എന്നാണ് ഭഗവാൻ പറഞ്ഞു തരുന്നത്. കർമ്മഫലേച്ഛയില്ലാതെ പ്രവർത്തിക്കണം. അത് മാത്രമല്ല, ഭഗവാന്റെ നിർദ്ദേശപ്രകാരമുള്ള കർമ്മങ്ങളാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമുള്ള പ്രവർത്തനമാണ് ചെയ്യേണ്ടത്. അതിന്റെ ഉദ്ദേശം ഭഗവാന്റെ തൃപ്തിയായിരിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഈ ബുദ്ധിയോഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് ഓരോ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നത്. ബുദ്ധിയോഗത്തിൽ നമ്മൾ നിരന്തരം പ്രവർത്തിച്ചു, ഭഗവാൻ പറയുന്നത് അനുസരിച്ചൊക്കെ പ്രവർത്തിച്ചു. അങ്ങനെയാണെങ്കിൽ ഉണ്ടാകുന്ന നേട്ടം എന്താണ്, എന്താണ് അതിന്റെ പ്രയോജനം എന്നാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകങ്ങൾ വായിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ 48ാമത്തെ ശ്ലോകം വരെ വായിച്ചിട്ടുണ്ടായിരുന്നു. യോഗസ്ഥകുരു കർമാണി സംഘം ത്യക്വാ ധനഞ്ജയ സിദ്ധ്യോ സമോഭൂത സമത്വം യോഗ ഉച്ചതേ. നമുക്ക് 49ാമത്തെ ശ്ലോകം വായിക്കാം.
ദൂരേണ ഹ്യപരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണം അന്വിച്ഛ കൃപണ ഫലഹേതവ. എന്താണ് ഭഗവാൻ പറയുന്നത് നോക്കാം. വിവർത്തനം ഭാവാർത്ഥം വായിക്കാം, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, 49-ാമത്തെ ശ്ലോകം ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ജയശ്രീ മാതാജി വായിക്കും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിവർത്തനം. അല്ലയോ ധനഞ്ജയ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുത സേവനത്താൽ അകറ്റി നിർത്തുക. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ്. ഭാവാർത്ഥം. ജയശ്രീല പ്രഭുപാദ്. തൻ്റെ മൂലസ്വരൂപം ഭഗവാന്റെ നിത്യദാസ്യമാണെന്ന് മനസ്സിലാക്കിയവർ കൃഷ്ണാവബോധത്തോടെയുള്ള കർമ്മത്തിൽ മാത്രം ഏർപ്പെടുന്നു. മുമ്പ് പറഞ്ഞതുപോലെ അതീന്ദ്രിയവും ഭക്തിപൂർണവുമായ ഭഗവത് സേവനമാണ് ബുദ്ധിയോഗം. അങ്ങനെയുള്ള ഭക്തിയുത സേവനമാണ് ജീവാത്മാക്കളുടെ ശരിയായ പ്രവർത്തന പദം. അധികമധികം ഭൗതിക ബന്ധങ്ങളിൽ കുടുങ്ങുവാൻ വേണ്ടി മാത്രം സ്വകർമ്മങ്ങളുടെ ഫലം പിശുക്കന്മാർ മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്നവയൊഴികെ എല്ലാ കർമ്മങ്ങളും നികൃഷ്ടങ്ങളാണ്. അവ ജനന മരണ ശൃംഖലയിൽ മനുഷ്യനെ തുടരെ തുടരെ തളച്ചിടുന്നു. അതുകൊണ്ട് കർമ്മത്തിന് ഹേതുഭൂതനാകാൻ ആരും ആഗ്രഹിച്ചുകൂടാ. എന്ത് ചെയ്യുന്നതും കൃഷ്ണാവബോധത്തോടെ കൃഷ്ണന്റെ സംതൃപ്തി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം. ഭാഗ്യം കൊണ്ടോ കഠിന യത്നം കൊണ്ടോ തങ്ങൾ നേടുന്ന സമ്പത്ത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ലുപ്തന്മാർക്ക് അറിയില്ല. കൃഷ്ണാവബോധ പൂർവകമായ പ്രവർത്തനത്തിന് വേണ്ടി സർവശക്തികളും ഉപയോഗിക്കുന്നവർക്ക് ജീവിത വിജയം തീർച്ചയായും കൈവരും. പിശുക്കന്മാരെ പോലെ നിർഭാഗ്യശാലികൾ തങ്ങളുടെ മാനുഷിക ശക്തി കൃഷ്ണ സേവനത്തിനായി വിനിയോഗിക്കുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഉദ്യോഗത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ആദ്യത്തെ ഫലം ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഉദ്യോഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് ഞാൻ ഭഗവാന്റെ സേവകനാണ് എന്നുള്ളൊരു ഭാവത്തിലാണ്, അല്ലെ? യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും ഭഗവാന്റെ സേവകരാണ്. ആ ഒരു ഭാവത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. ദൂരേണ ഹ്യപരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ. ഉദ്യോഗത്തിൽ നമ്മൾ പ്രവർത്തിക്കും തോറും നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും, ബോധ്യപ്പെടും. അങ്ങനെ ഉദ്യോഗത്തിൽ പ്രവർത്തിക്കുന്ന സമയത്ത് ഭഗവാന്റെ സംരക്ഷണം നമ്മൾക്ക് അനുഭവപ്പെടും. ഭഗവാന്റെ പിന്തുണ, ഭഗവാന്റെ ഉള്ളിൽ നിന്നുള്ള പ്രേരണ, ഇതെല്ലാം നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങും. അങ്ങനെ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾക്ക് ആ ഉയർന്ന പ്രവർത്തനത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. ഭഗവാന്റെ സേവനത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാകും. അങ്ങനെ താല്പര്യമുണ്ടാകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? താഴ്ന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ദൂരേണ ഹ്യപരം കർമ്മ. ഹ്യപരം കർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അതാണ് അവരം കർമ്മ എന്ന് പറയുന്നത്. താഴ്ന്ന തരത്തിലുള്ള പ്രവർത്തനം. സാധാരണഗതിയിൽ ഒരു ഉയർന്ന പ്രവർത്തനം ചെയ്തിട്ടില്ലെങ്കിൽ സാധാരണഗതിയിൽ മനസ്സ് താഴ്ന്ന തരം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത്, അല്ലെ? സാധാരണഗതിയിൽ ഈ ഭൗതിക ലോകത്തിലുള്ളവർക്ക് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രവണത കൂടുതലാണ്. ദോഷകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാപകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ എല്ലാവർക്കും വലിയ താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്, അല്ലെ? മാംസഭോജനം, മദ്യപാനം, അവിഹിതമായിട്ടുള്ള ബന്ധം, ചൂതാട്ടം, ഇതൊക്കെ ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് കലിയുഗത്തിലെ ആളുകൾക്ക് അതിലാണ് വലിയ താല്പര്യം. അത് തെറ്റാണെന്ന് പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. മാംസഭോജനം തെറ്റാണെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് അതിൽ തെറ്റ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതേപോലെ അഭീതമായിട്ടുള്ള ബന്ധങ്ങൾ, അതിലെന്താണ് തെറ്റ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഉയർന്ന ബോധത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. പക്ഷെ ഭഗവാനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനം ഉയർന്ന ബോധത്തിലുള്ള പ്രവർത്തനമായതുകൊണ്ട് അത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ, അതിൽ രുചി ലഭിച്ചു കഴിഞ്ഞാൽ, ആ ഭഗവാനുമായിട്ടുള്ള ബന്ധം നമ്മൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? താഴ്ന്ന പ്രവർത്തനങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപോകുമെന്നാണ് പറയുന്നത്. നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും. ഭക്തിയോഗത്തിലേക്ക് വന്ന എത്രയോ ഭക്തന്മാർ
നേരത്തെ എല്ലാവിധ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടുള്ള വ്യക്തികൾ, മദ്യപാനം, അതേപോലെ ചൂതാട്ടം, മാംസഭോജനം. നമ്മള് ശ്രീല പ്രഭുപാദർ അമേരിക്കയിൽ ഭക്തി പ്രചരിപ്പിച്ച സമയത്ത് അവിടെ വന്നിട്ടുള്ള ഭക്തന്മാരൊക്കെ അവരുടെ ജീവിതം തന്നെ എങ്ങനെയാണ് ഈ 4 തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് അവർ ജീവിച്ചിരുന്നത്. അതിനെ കൂടാതെ ഒരു ജീവിതം ഉണ്ടെന്ന് അവർക്ക് അറിയില്ലേ. പക്ഷേ ഭഗവാന്റെ സേവനം, ഭക്തി സേവനത്തിലേക്ക് വന്ന സമയത്ത് നാമജപം, നാമസങ്കീർത്തനം, നാമപ്രചരണം, ഭഗവത്ഗീത ശ്രവണം, ഭാഗവത ശ്രവണം, ഇതിലേക്കൊക്കെ വന്ന സമയത്ത് അവർ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ജീവിതം മാറി. അവരതുവരെ ചെയ്തിരുന്ന അവരതുവരെ ആസ്വദിച്ചിരുന്ന തെറ്റായിട്ടുള്ള കർമ്മങ്ങളെല്ലാം അവരെ വിട്ടുപോയി. സ്വാഭാവികമായിട്ടും അവർ വലിയ ബലമൊന്നും പ്രയോഗിക്കാതെ തന്നെ വിട്ടുപോയി. അല്ലെങ്കിൽ ഈ ഉദ്യോഗത്തിലേക്ക് വന്നിട്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് അങ്ങനെ അത് ഉപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഉദ്യോഗത്തിലേക്ക് വന്നതുകൊണ്ടാണ്, ഉയർന്ന പ്രവർത്തനം ചെയ്തത് കൊണ്ടാണ് താഴ്ന്ന പ്രവർത്തനം താനെ വിട്ടുപോയത്. പരം ദൃഷ്ടാ നിവർത്തത എന്ന് ഭഗവാൻ പറയുന്നത്. മനസ്സിന് എപ്പോഴെങ്കിലും എന്തെങ്കിലും പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ ഉയർന്ന പ്രവർത്തനം ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കായിട്ട് താഴ്ന്ന പ്രവർത്തനം നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിയോഗത്തിന്റെ ഒരു മേന്മയാണ്. ബുദ്ധിയോഗത്തിൽ നമ്മൾ പ്രവർത്തിക്കും തോറും ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് സംസാരിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? താഴ്ന്ന തരത്തിലുള്ള ചിന്താഗതികളൊക്കെ താനെ വിട്ടുപോകുമെന്നാണ് പറയുന്നത്. അത് ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ ആദ്യത്തെ ഒരു നേട്ടമാണ്. ദൂരേണ ഹ്യപരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ. ഭക്തിയോഗത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതോടുകൂടി താഴ്ന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും വിട്ടുപോകും. അതിനാണ് അനർത്ഥ നിവൃത്തി എന്ന് രൂപഗോസ്വാമി പറയുന്നത്. അതോ ശ്രദ്ധ, തഥാ സാധുസംഗ, തഥാ വചനക്രിയ. ഭഗവാന്റെ സേവനം ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി എന്ത് സംഭവിക്കും? അനർത്ഥ നിവൃത്തി. അനാവശ്യമായിട്ട് താഴ്ന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് അവസാനിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇത് ഓരോരുത്തർക്കും പ്രത്യക്ഷത്തിൽ അവരുടെ ജീവിതത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ്. അതെ, അതുവരെ മാംസഭോജനം ചെയ്തിരുന്നവരൊക്കെ സ്വാഭാവികമായിട്ട് മാംസഭോജനം നിർത്തുന്നതായിട്ട് നമ്മൾക്ക് കാണാം. ഒരിക്കലും നിർത്താൻ സാധിക്കില്ല എന്ന് വിചാരിച്ച മദ്യപാനം, ഇങ്ങനെ ദുശീലങ്ങൾ, ഇതൊക്കെ ഭക്തിയുഗത്തിലേക്ക് വരുന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ ഉപേക്ഷിക്കാൻ അവർക്ക് സാധിക്കും. അത് ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ നേട്ടമായിട്ടൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ. അപ്പോൾ ഒരു ദുശീലം ഇല്ലാതാകണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഭക്തിയോഗത്തിൽ പ്രവർത്തിച്ചാൽ മതി, അല്ലെ? അല്ലാതെ ജനങ്ങളെ ശിക്ഷിച്ചത് കൊണ്ടോ, ഒരു കുട്ടിയെ അടിച്ചത് കൊണ്ടോ, ശിക്ഷിച്ചത് കൊണ്ടോ ഒന്നും ദുശീലം മാറണമെന്നില്ല. ക്രിമിനൽ ആയിട്ടുള്ള വാസനകൾ മാറണമെന്നില്ല. ഭക്തിയോഗത്തിലേക്ക് വരുന്നതിലൂടെ ആ ഭക്തിയുഗം പവിത്രമായതുകൊണ്ട്, ശുദ്ധമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിലേക്ക് വരുന്നവരും ശുദ്ധരായിട്ട് മാറും. അത് ഭഗവാൻ പിന്നീടും പല രീതിയിൽ പറയുന്നുണ്ട്. ക്ഷിപ്രം ഭവതി ധർമാത്മാ ശശ്വച്ഛാന്തി നിഗച്ഛതി. എന്റെ ഭക്തിയോഗത്തിലേക്ക് വന്നവർ പെട്ടെന്ന് തന്നെ ധർമാത്മാക്കളായിട്ട് മാറും, ശുദ്ധന്മാരായിട്ട് മാറും. അതുകൊണ്ട് വലിയ വലിയ ദുരാചാരികളാണെങ്കിൽ പോലും ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ഭക്തന്മാരായിട്ട് തന്നെ കണക്കാക്കണം എന്ന് പറയുന്നു. അപിചേത് സുദുരാചാരോ ഭജതേ മാം അനന്യഭക്ത സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോതി സഹ. വലിയ വലിയ ദുരാചാരികളാണെങ്കിൽ പോലും അവർ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്ഷിപ്രം ഭവതി ധർമാത്മാവ്. പെട്ടെന്ന് തന്നെ അവരുടെ ദോഷങ്ങളെല്ലാം ഇല്ലാതായിട്ട് മാറും. അവർ വേറൊരു മനുഷ്യനായിട്ട് മാറും, അവർ ശുദ്ധന്മാരായിട്ട് മാറും. അതുകൊണ്ട് പിന്നെ അവരെ വീണ്ടും ദുരാചാരികളായിട്ട് കണക്കാക്കരുത്. അവരെ ആരായിട്ട് കണക്കാക്കണം? ഭക്തന്മാരായിട്ട്, ശുദ്ധന്മാരായിട്ട് തന്നെ കണക്കാക്കണം. അതിനെത്ര ഉദാഹരണങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്, അല്ലെ? വാൽമീകി മഹർഷി നേരത്തെ രത്നാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കൊള്ളക്കാരനായിരുന്നു. നാരദ മഹർഷിയുടെ സംഘം കൊണ്ട് അദ്ദേഹം ഭഗവാന്റെ നാമജപത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ ആ നാമജപം കൊണ്ട് മാത്രം, രാമനാമജപം കൊണ്ട് മാത്രം അദ്ദേഹം ശുദ്ധാത്മാവായിട്ട് മാറി. അതേപോലെ മൃഗാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേട്ടക്കാരൻ, ആ മൃഗാരിയുടെ ഏറ്റവും വലിയ ഒരു ഹോബി, അദ്ദേഹത്തിന്റെ വിനോദം എന്തായിരുന്നു? മൃഗങ്ങളെയൊക്കെ പകുതി കൊന്നിടുക എന്നുള്ളതാണ്. പകുതി പ്രാണൻ പെടയുന്നത് കാണാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമാണ്. മുഴുവനായിട്ട് കൊല്ലില്ലേ, പകുതി കൊന്ന്
ആ പ്രാണൻ പെടയുന്നത് കാണുക എന്നുള്ളതായിരുന്നു മൃഗാരിയുടെ വലിയ വിനോദം. പക്ഷെ അദ്ദേഹത്തിനും നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ നാമജപത്തിലേക്ക് വരാൻ സാധിച്ചു. അദ്ദേഹം നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം ആ തുളസി ചെടിയുടെ അടുത്തിരുന്ന് ഭഗവാന്റെ നാമം ജപിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം വലിയ ശുദ്ധനായിട്ടുള്ള ഭക്തനായിട്ട് മാറി. ഇങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് ചരിത്രത്തിൽ പുരാണങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അത് ബുദ്ധിയുഗത്തിന്റെ ഒരു വലിയ മേന്മയായിട്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. താഴ്ന്ന തരം കർമ്മങ്ങളൊക്കെ വിട്ടുപോകും എന്നതാണ് ആ ഭക്തിയുഗത്തിന്റെ വലിയ ഒരു മേന്മ. ദൂരേണ കേവലം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധോ ശരണമന്വിച്ച കൃപണ ബലഹേതവ. അതുകൊണ്ട് ഇത്രയും മേന്മയുള്ള ആ ബുദ്ധിയോഗത്തിൽ വന്നിട്ടും ഫലേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്നത് കൃപണന്മാരാണ്, പിശുക്കന്മാരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ആ ബുദ്ധിയോഗത്തിന്റെ മേന്മ മനസ്സിലാക്കാതെ ഞാൻ ഭക്തി ചെയ്യുന്നതിന് എന്തെങ്കിലും എനിക്ക് ഭൗതികമായിട്ടുള്ള കാര്യം കിട്ടണം അല്ലെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് കൃപണന്മാരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ബുദ്ധൗ ശരണം അന്വിച്ച കൃപണ ബലഹേതവം. ഞാൻ ഇന്ന വഴിപാട് ചെയ്യാം, എനിക്കതിന് ഇന്ന നേട്ടം ഉണ്ടാകണം എന്ന് ഭഗവാനോട് ആ ഒരു രീതിയിൽ ഭൗതിക നേട്ടത്തിന് വേണ്ടി ഭക്തി ചെയ്യുന്നത് ആരാണ്? അത് കൃപണന്മാരാണ്, പിശുക്കന്മാരാണ്. അവർക്ക് ഈ ബുദ്ധിയോഗത്തിന്റെ വലിയ മേന്മ അറിയുന്നില്ല. ആ ബുദ്ധിയോഗത്തിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാണ് ഭഗവത് സേവനത്തിൽ പോലും എന്തെങ്കിലും നേട്ടം ഉണ്ടാകണമെന്ന് അവർ വിചാരിക്കുന്നത്. അവർ കൃപണന്മാരാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. കൃപണന്മാർ മാത്രമേ വീണ്ടും വീണ്ടും ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ അതിലൂടെ അവർ കുടുങ്ങി പോവുകയാണ്. ഭൗതിക നേട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഭൗതിക ലോകത്തിൽ തന്നെ കുടുങ്ങി പോകുമെന്ന് അറിയാതെ വീണ്ടും അവർ ആ ഭൗതിക ആഗ്രഹത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയും. പക്ഷെ ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ ഭക്തിയോഗത്തിൽ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യം കൃപണരാരാണ് എന്ന് പറഞ്ഞു. ആരാണ് പിശുക്കൻ? ഭൗതിക നേട്ടത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ടുള്ളവനെയാണ് പിശുക്കൻ എന്ന് പറയുന്നത്, കൃപണൻ എന്ന് പറയുന്നത്. ഭഗവാൻ എന്നെ സംരക്ഷിക്കും, ഭഗവാന്റെ സേവനം ചെയ്താൽ മതി എന്ന് ബോധമുദിക്കാത്ത വ്യക്തിയാണ് കൃപണൻ. ഞാൻ എന്തെങ്കിലും കർമ്മം ചെയ്യും, അതിന്റെ കർമ്മഫലം എനിക്കുണ്ടാകണം, ആ കർമ്മഫലം കൊണ്ട് ഞാൻ തൃപ്തനാകാൻ സാധിക്കും. അതിൽ ഭഗവാന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ കർമ്മം, എന്റെ തൃപ്തി, അങ്ങനെ പോകുന്ന ആളുകളാണ് കൃപണന്മാർ എന്ന് പറയുന്നത്. അവർക്ക് ആ ബുദ്ധിയോഗം ലഭിച്ചിട്ടില്ല. പിന്നീട് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് താഴ്ന്ന തരം കർമ്മങ്ങളെല്ലാം വിട്ടുപോകുമെന്നാണ്. താഴ്ന്ന തരം കർമ്മങ്ങളെല്ലാം വിട്ടുപോയി ശുദ്ധനായിട്ട് മാറാൻ ഈ ബുദ്ധിയോഗത്തിലൂടെ, ഭക്തിയോഗത്തിലൂടെ സാധിക്കും എന്ന ഒരു ആദ്യത്തെ നേട്ടമായിട്ട്, ബുദ്ധിയോഗത്തിൽ പ്രവർത്തിക്കുന്നതിന്റെ നേട്ടമായിട്ട് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. ഇനിയും അടുത്ത ശ്ലോകങ്ങളിൽ ഓരോരോ വ്യത്യസ്ത നേട്ടങ്ങൾ, ബുദ്ധിയോഗത്തിന്റെ മേന്മകൾ അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. ഈ ശ്ലോകത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം, സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഒരു കാര്യം ചോദിച്ചോട്ടെ പ്രഭുജി? ഇപ്പൊ മൃഗാരിയുടെ കഥ പറഞ്ഞല്ലോ. മൃഗാരി ഇങ്ങനെ മൃഗങ്ങളെ പകുതി വേദനിപ്പിച്ചിട്ട് അങ്ങനെ കണ്ടു രസിക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അവര് ഭഗവാന്റെ കൃപ കൊണ്ട്, നാരദ മഹർഷിയുടെ കൃപ കൊണ്ട് ഭഗവാന്റെ ഭക്തിയോഗം ചെയ്തു തുടങ്ങി എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അതുവരെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം എന്തായാലും അനുഭവിക്കേണ്ടി വരില്ലേ അവർക്ക്? അത് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. 41ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് എന്ത് സംഭവിക്കാം. ഭക്തിയോഗത്തിൽ വന്നതുകൊണ്ട് എല്ലാവിധ കർമ്മങ്ങളും ഇല്ലാതാകുമോ, അല്ലെങ്കിൽ നമ്മൾ അത് വീണ്ടും അനുഭവിക്കേണ്ടി വരും? അതിന് ഉത്തരം നമ്മൾ 51ാമത്തെ ശ്ലോകം വായിക്കുന്ന സമയത്ത് അവിടെ ഭഗവാൻ കൃത്യമായി പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ആദ്യം 50ാമത്തെ ശ്ലോകം വായിക്കാം, അതിനുശേഷം 51ാമത്തെ ശ്ലോകത്തിന് അതിന്റെ ഉത്തരവുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു, ഒരു ചെറിയ സംശയം. ബുദ്ധിയോഗവും ഭക്തിയോഗവും ഒന്നാണോ? ബുദ്ധിയോഗത്തിലൂടെ ഭക്തിയോഗത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞപ്പം അത് രണ്ടും ഒന്നാണോ പ്രഭു? ഹരേ കൃഷ്ണ. യെസ്, ബുദ്ധിയോഗം യഥാർത്ഥത്തിൽ ഭക്തിയോഗം തന്നെയാണ്. ബുദ്ധിയോഗം എന്നതിന് പറയാൻ കാരണം
പരമാത്മാവ് നിർദ്ദേശിക്കുന്ന ബുദ്ധിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക. അതാണ് ബുദ്ധിയോഗം. പരമാത്മാവ് ആരാണ്? ഭഗവാൻ തന്നെയാണ്. പരമാത്മാവ് നിർദ്ദേശിക്കുന്ന പ്രവർത്തനം എന്താണ്? അത് ഭക്തിയോഗം തന്നെയാണ്. അല്ലെ? അപ്പം ഭക്തിയോഗത്തിന്റെ വേറൊരു പേര് തന്നെയാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 50ാമത്തെ ശ്ലോകം വായിക്കാം. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്യ യോഗ കർമ്മസു കൗശലം. യെസ്, അപ്പം ഉഷമാതാജി ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഈ ശ്ലോകത്തിൽ തന്നെയുണ്ട്. 50ാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്യ യോഗ കർമ്മസു കൗശലം. വിവർത്തനം ഭഗവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് നോക്കാം. കൃഷ്ണ പ്രഭുജി, ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ മാതാജി. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജസ്യ യോഗ കർമ്മസു കൗശലം. ഭക്തിഭരിതമായ സേവനത്തിൽ ഏർപ്പെടുന്നവന് ഇഹലോകത്ത് തന്നെ നല്ലതും ചീത്തയുമായ കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകാം. അതിനാൽ യോഗത്തിനായി യത്നിക്കുക. അല്ലയോ അർജുന, കർമ്മകുശലതയാണ് യോഗം. ഭാവാർത്ഥം: അനാദികാലം മുതൽക്കേ ഓരോ ജീവാത്മാവും നല്ലതും ചീത്തയുമായ സ്വന്തം കർമ്മങ്ങളുടെ നാനാവിധ ഫലങ്ങളെ സഞ്ചയിച്ച് പോരുന്നു. തൻ്റെ മൂലസ്വരൂപത്തെക്കുറിച്ച് അവൻ നിരന്തരം അജ്ഞനാണ്. സർവവിധേനയും കൃഷ്ണ ഭഗവാന് സ്വയം സമർപ്പണം ചെയ്ത് ജനീവൃത്തികളുടെയും പ്രതികർമ്മങ്ങളുടെയും ചെങ്ങലക്കെട്ടിൽ നിന്ന് മുക്തനാവുക എന്നുള്ള ഭഗവത്ഗീതയുടെ സന്ദേശവും ഉൾക്കൊള്ളുമ്പോൾ ഈ അജ്ഞാനം നീങ്ങും. അതുകൊണ്ട് കർമ്മഫലങ്ങളുടെ ശുദ്ധീകരണത്തിന് ഉതകുന്ന കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുവാൻ അർജുനനെ ഭഗവാൻ ഉപദേശിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഹേമലത മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ നേരത്തെ ഉഷമാതാജി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. ഭക്തിയുഗത്തിലേക്ക് വന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ പൂർവ്വകർമ്മങ്ങളെല്ലാം ഇല്ലാതാകുമോ, അല്ലെങ്കിൽ ആ വ്യക്തി അത് അനുഭവിച്ചു തീർക്കേണ്ടി വരുമോ? അല്ലെ, ഇതാണ് ചോദ്യം. അതിന്റെ ഉത്തരം ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ഉത്തരം? ബുദ്ധിയുക്തോ ജഹാദിഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ്യ യോഗ കർമ്മസു കൗശലം. ഈ ബുദ്ധിയുഗത്തിലേക്ക് വന്നാൽ എന്ത് സംഭവിക്കും? ജഹാദിഹ, നിനക്ക് ഉപേക്ഷിക്കാം. എന്തൊക്കെ ഉപേക്ഷിക്കാം? ഉഭേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഉപേക്ഷിക്കാം. എന്താണ് രണ്ടും ഉപേക്ഷിക്കുന്നത്? സുകൃത ദുഷ്കൃതേ, ഇതുവരെയുള്ള പൂർവ്വജന്മത്തിൽ ആർജിച്ചിട്ടുള്ള എല്ലാവിധ കർമ്മങ്ങളുടെ ഫലവും പിന്നീട് നമ്മൾ അനുഭവിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ബുദ്ധിയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുവരെയുള്ള എല്ലാ കർമ്മങ്ങളും അതിന്റെ ഫലങ്ങളും പിന്നീട് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അത്രയും പ്രാധാന്യമുള്ളതാണ്. എല്ലാവിധ കർമ്മങ്ങളെയും ദയിപ്പിച്ചു കളയുന്നതാണ് ബുദ്ധിയോഗം എന്ന് പറയും. ഭഗവാനെ ശരണം പ്രാപിച്ച് എന്തെങ്കിലും ഭക്തിയോഗം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിലൂടെ തന്നെ ഭഗവാൻ എല്ലാവിധ കർമ്മങ്ങളെയും പാപങ്ങളെയും ഇല്ലാതാക്കും എന്ന് ഗീതയിൽ വ്യക്തമാക്കും. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്താണ്? ഭഗവാന് ശരണം പ്രാപിച്ച് ഭഗവാന് സേവനം ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി എന്ത് സംഭവിക്കും? അതുവരെയുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി, മോചിപ്പിക്കാം. മാ ശുച, ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ പൂർവ്വജന്മങ്ങളിൽ എത്രയെല്ലാം കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയവനാണെങ്കിലും കോടാനുകോടി ജന്മങ്ങളുടെ കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു നിമിഷം കൊണ്ട് ഭഗവാന് ആ കർമ്മങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കും. അത്രയ്ക്കും ശക്തിയുള്ളതാണ് ഈ ഭക്തി സേവനം എന്നാണ് പറയുന്നത്. കർമാണി നിർദഹതി കിന്തുജ ഭക്തി ഭാജ എന്ന് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറയും. കർമാണി നിർദഹതി കിന്തുജ ഭക്തി ഭാജ. ആ ഭക്തി സേവനത്തിലൂടെ എല്ലാവിധ
ഏതുപോലെ ഭഗവാൻ പറയുന്നുണ്ട്, ഒരു അഗ്നി വിറകിനെ ദഹിപ്പിച്ച് കളയുന്നത് പോലെ എല്ലാവിധ കർമ്മങ്ങളെയും കത്തിച്ചു കളയാൻ ആർക്ക് സാധിക്കും? ഭക്തി സേവനത്തിന് സാധിക്കും എന്നാണ്. അതുകൊണ്ട് പൂർവ്വകർമ്മങ്ങളെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഭക്തിയോഗത്തിലേക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ ആ ഭക്തിയോഗത്തിന്റെ ബലത്തിൽ പാപം ചെയ്യരുത്. പാപങ്ങൾ പിന്നീട് തുടരാതിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ അത് എന്താണ്, കുഞ്ചര ശൗചവത്, ആന കുളിക്കുന്നത് പോലെ ആയിപ്പോ എന്ന് ശുകദേവ് ബ്രഹ്മർഷി ഭാഗവത്തിൽ പറയുന്നുണ്ട്. നമ്മള് ഒരു ആനയുടെ കുളിയുടെ പ്രത്യേകത പറയുന്നത് അല്ലേ? ആനയുടെ കുളിയുടെ പ്രത്യേകത എന്താണ്? കുളി കഴിഞ്ഞ് കേറിയ വീണ്ടും മണ്ണ് വാരിയിടും മേലേക്ക്. അതെ, അതാണ് കുഞ്ചര ശൗചം. കുഞ്ചര ശൗചം. ആന വലിയ രീതിയിൽ വെള്ളത്തിലിറങ്ങി വലിയ നീരാട്ട് നടത്തും. കുറെ നേരം വെള്ളത്തിൽ കുളിച്ച് ശുദ്ധനായിട്ട് വരും, അല്ലെ? അതുവരെയുള്ള മണ്ണൊക്കെ പോയി മണ്ണും പൊടിയും എല്ലാം കളയും. അങ്ങനെ വലിയ വിശാലമായിട്ടുള്ള നീരാട്ടിന് ശേഷം പുറത്തിറങ്ങി ആ കരയിൽ കയറിയിട്ട് എന്ത് ചെയ്യും? വീണ്ടും മണ്ണ് വാരി. അങ്ങനെ ആ കുളിച്ചതിന്റെ പ്രയോജനമില്ലാതാണ്. അപ്പൊ ഭക്തിയോഗത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പൂർവ്വജന്മത്തിലുള്ള എല്ലാ കർമ്മങ്ങളും ഇല്ലാതാവും. പക്ഷേ ഭക്തിയോഗത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വീണ്ടും അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശുദ്ധമായിട്ട് നിലനിൽക്കാൻ സാധിക്കും. ഏതു വിധത്തിലാണെങ്കിലും ഈ ഭക്തിയോഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ പാപങ്ങളെയും ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ. ആ ഭക്തിയുഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭക്തിയുഗത്തിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജഹാദീഹ, എല്ലാവിധ കർമ്മങ്ങളെയും ഉപേക്ഷിക്കാം. ഉഭേ, രണ്ടു തരത്തിലുള്ള കർമ്മങ്ങളെയും ഉപേക്ഷിക്കാം. സുകൃത ദുഷ്കൃതേ, പൂർവ്വജന്മത്തില് ഏതൊക്കെയോ ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഏതൊക്കെയോ നല്ല കർമ്മങ്ങളും ചെയ്തിട്ടുണ്ടാവും. ഈ ദുഷ്കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയും ഇനിയും ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും. നല്ല കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയും ഒരുപാട് ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും, എന്റെ നല്ല കർമ്മങ്ങൾ നശിച്ചു പോകുമോ, അത് ദോഷമല്ലേ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നല്ല കർമ്മങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അതാണ് നല്ല കർമ്മങ്ങൾ കൊണ്ടുള്ള ദോഷം. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു, രണ്ടും ഇല്ലാതാണ്. ഉഭേ സുകൃത ദുഷ്കൃത. സുകൃതമായാലും ദുഷ്കൃതമായാലും എല്ലാം ക്ലീൻ ആക്കി തരും, ക്ലീൻ സ്ലൈറ്റ് ആക്കി മാറും. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ആരാണോ ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് ശ്രവിക്കാൻ തുടങ്ങുന്നു, ശൃണ്വതാം സുഖതാം കൃഷ്ണ അന്യശ്രവണ കീർത്തന ഹൃദയന്തസ്ഥോഹി അഭദ്രാണി വിധുനോതി സുഹൃത്സത. ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ ഉപദേശം, ഭഗവാനെ കുറിച്ച് ശ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീതയും ഭാഗവതം ശ്രവിക്കുന്നതാണ് ഭഗവാനെ കുറിച്ച് ശ്രവിക്കുന്നത്. അങ്ങനെ ശ്രവിക്കുന്നത് കൊണ്ട് മാത്രം എന്ത് സംഭവിക്കും? ഹൃദയന്തസ്ഥോഹി അഭദ്രാണി വിധുനോതി സുഹൃത്സത. ഭഗവാൻ സുഹൃത്ത് ഭാവത്തിൽ വന്ന് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ എല്ലാ ദോഷങ്ങളും കർമ്മബന്ധങ്ങളും എല്ലാ കെട്ടുപാടുകളും ഭഗവാൻ തന്നെ വിധുനോതി, കഴുകി വൃത്തിയാക്കും, ക്ലീനാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ക്ലീനാക്കുന്ന സമയത്ത് എല്ലാം പോകും, എല്ലാ കർമ്മവും, നല്ല കർമ്മവും പോവും, ചീത്ത കർമ്മവും പോവും. കർമ്മത്തിന്റെ ആവശ്യമില്ല, അല്ലെ? അങ്ങനെ എന്ത് സംഭവിക്കും? അങ്ങനെ എല്ലാവിധ കർമ്മങ്ങളും കർമ്മഫലങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് ഈ ഭക്തി സേവനത്തിലൂടെ മുക്തനായിട്ട് മാറാൻ സാധിക്കും എന്നാണ് രണ്ടാമത്തെ നേട്ടമായിട്ട് ഭഗവാൻ ഇവിടെ 50-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, താഴ്ന്ന തരം കർമ്മങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും, ദുഷിച്ച കർമ്മങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കും. ഇവിടെ എന്താണ് പറയുന്നത്? എല്ലാ തരത്തിലുള്ള കർമ്മത്തിൽ നിന്നും മുക്തനാകാൻ സാധിക്കും. പൂർവ്വജന്മ കർമ്മങ്ങളിൽ നിന്നെല്ലാം, അതിന്റെ കർമ്മ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം മുക്തനാകാൻ സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ഭക്തിയോഗത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതിനെല്ലാം നമ്മൾ തന്നെ അനുഭവിച്ച് തന്നെ തീർക്കണം. നല്ല കർമ്മമാണെങ്കിൽ അത് അനുഭവിച്ച് തീർക്കണം, മോശം കർമ്മമാണെങ്കിൽ അത് അനുഭവിച്ച് തീർക്കണം. പക്ഷെ ഭക്തിയോഗത്തിൽ വന്നതുകൊണ്ട് അത് അനുഭവിച്ച് തീർക്കേണ്ട ആവശ്യമില്ല, അല്ലെ? അത് എല്ലാം ഇല്ലാതായിട്ട് തീരും. അതിനെല്ലാം ഭഗവാൻ മായ്ച്ചു കളയുമെന്നാണ് പറയുന്നത്. ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാത് യോഗായ യുജ്യസ യോഗ കർമ്മസു കൗശലം. അതുകൊണ്ട് നീ യോഗത്തിനായിട്ട് യത്നിക്കുക, എങ്ങനെയെങ്കിലും ഭക്തി സേവനത്തിൽ വരാൻ ശ്രമിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള വലിയൊരു അവസരമാണ്.
അതുകൊണ്ട് അതിലേക്ക് വരാൻ ശ്രമിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. തസ്മാത് യോഗായ യുജ്യസ, ഭഗവത് സേവനത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിക്കുക. യോഗ കർമ്മസു കൗശലം, ആ യോഗമാണ് ഭക്തിയോഗത്തിൽ ഭഗവാനുമായിട്ട് ചേർന്ന് നിന്നുള്ള പ്രവർത്തനമാണ് നമ്മുടെ കർമ്മത്തിനെ ഏറ്റവും സമ്പൂർണമാക്കി മാറ്റുന്നത്. അതാണ് ഏറ്റവും സമ്പൂർണമായിട്ടുള്ള പ്രവർത്തനം, അതാണ് ഏറ്റവും ഫലവത്തായിട്ടുള്ള പ്രവർത്തനം എന്നാണ് ഭഗവാൻ പറയുന്നത്. യോഗ കർമ്മസു കൗശലം. ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ഒട്ടാതെ കെട്ടുപാടുകളിൽ പെടാതെ പ്രവർത്തിക്കാനുള്ള മാർഗം എന്താണ്? ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതല്ല, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് കർമ്മഫലങ്ങളിൽ പെടാതെ പ്രവർത്തിക്കാനുള്ള മാർഗം. അതാണ് ഭഗവാൻ പറയുന്നത് യോഗ കർമ്മസു കൗശലം. ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക, അപ്പോൾ ദുഷ്കർമ്മങ്ങളിലോ സത്കർമ്മങ്ങളിലോ നമ്മൾ പെട്ടുപോകുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൽ പെട്ടുപോകും, അല്ലെ? ഒന്നുകിൽ ദുഷ്കർമ്മങ്ങളിൽ പെട്ടുപോകും, അല്ലെങ്കിൽ സത്കർമ്മങ്ങളിൽ പെട്ടുപോകും. രണ്ടിനും റിസൾട്ട് ഉണ്ട്. രണ്ടിനും എന്താണ് റിസൾട്ട്? ജന്മവൃത്തി ജരാവ്യാധി, അടുത്ത ശരീരങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ള ഒരു റിസൾട്ട്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ ബുദ്ധി എന്നാണ് ഭഗവാൻ പറഞ്ഞത്. യോഗ കർമ്മസു കൗശലം, ഭഗവാന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അതാണ് ഈ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാകാനുള്ള വഴി എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ രണ്ട് നേട്ടങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. ഒന്ന്, താഴ്ന്ന തരം കർമ്മങ്ങളിൽ നിന്ന് മുക്തനാകും. ഇപ്പോൾ പറയുന്നു എല്ലാവിധ കർമ്മഫല പ്രതികരണങ്ങളിൽ നിന്നും കർമ്മഫലങ്ങളിൽ നിന്നും ഒരു വ്യക്തിക്ക് ഈ ഭക്തി സേവനത്തിലൂടെ മുക്തനാകാൻ സാധിക്കുമെന്ന് പറയും. അതുകൊണ്ട് എന്തായാലും ഭക്തിയിലേക്ക് വരണം എന്നാണ് ഭഗവാൻ പറയുന്നത്. തസ്മാത് യോഗായ യുജ്യസ്വ, അതുകൊണ്ട് ഭഗവാനുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. എന്താണ് ഭഗവാന്റെ ആഗ്രഹം എന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുക, ഭഗവാന്റെ ഇഷ്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുക, ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതാണ് എല്ലാ വർണ്ണാശ്രമ വ്യവസ്ഥയുടെയും ലക്ഷ്യമെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. തത് സിദ്ധിർ ഹരിതോഷണം സവൈ പുംസാം പരോധർമ്മ യഥോഭക്തിർ അദോക്ഷജയ ഹൈതുകി അപ്രതിഹത യേയാത്മാ സുപ്രസീദതി. ആ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് എല്ലാ പ്രവർത്തനത്തിന്റെയും ലക്ഷ്യം എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ആ ഭക്തി സേവനത്തിലേക്ക് വരാൻ ശ്രമിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ട് നേട്ടങ്ങൾ നമ്മൾ വായിച്ചു. ഹരേ കൃഷ്ണ. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഉഷമദജി ചോദിച്ച സംശയത്തിന് ക്ലിയർ ആയോ? ക്ലിയർ ആയി പ്രഭുജി, മനസ്സിലായി. രാമകൃഷ്ണൻ പ്രഭുജി പറഞ്ഞു. ഈ നാനാവിധ ഫലങ്ങളെ സഞ്ചയിച്ചു പോരുന്നു, അതിന്റെ സഞ്ചയിച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അനാദികാലം മുതൽക്ക് ഓരോ ജീവാത്മാവും നല്ലതും ചിത്തയും സ്വന്തം കർമ്മങ്ങളുടെ നാനാവിധ ഫലങ്ങളെ സഞ്ചയിച്ചു പോരും. സഞ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റ് ചെയ്യുക, കൂട്ടി കൊണ്ടുവരിക. അല്ലെ, നമ്മൾ ഓരോ ജന്മം കഴിക്കുമ്പോഴും അതിൽ കർമ്മഫലങ്ങൾ അനുഭവിക്കാനുള്ള കർമ്മഫലങ്ങൾ കൂടി വരും. ടോക്ക് മാറ്റർ, നമ്മൾ അനുഭവിക്കാനുള്ള കർമ്മം, സഞ്ചിത കർമ്മങ്ങൾ കൂടി വരും. അങ്ങനെ അതിനെ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് സഞ്ചയിക്കുക എന്ന് പറയുന്നത്. അത് തീരുന്നില്ല. ഇവിടെ സാധാരണ കർമ്മങ്ങൾ കൊണ്ട് അത് തീരുന്നില്ല, അല്ലെ? സാധാരണ ചില ആളുകൾ പറയും, ഞാൻ എന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ടേ ഭക്തിയിലേക്ക് വരുള്ളൂ എന്ന് പറയും. എനിക്ക് ഒരുപാട് കടമകൾ ചെയ്യാനുണ്ട്, എന്റെ കർമ്മങ്ങളൊക്കെ ചെയ്തു തീർത്തിട്ട് ഞാൻ ഭക്തിയിലേക്ക് വരാം. കർമ്മങ്ങൾ ഒരിക്കലും ചെയ്തു തീരുന്നതല്ല. നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിന്റെ പ്രതികരണങ്ങൾ നമ്മൾ സഞ്ചയിക്കുന്നുണ്ട്. ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതികരണം നമ്മുടെ കൂടെ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിനനുസരിച്ച് അത് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ കർമ്മങ്ങൾ ഒരിക്കലും കർമ്മം ചെയ്ത് തീർക്കാൻ നമ്മൾക്ക് സാധിക്കും. ആളുകൾ വിചാരിക്കുന്നത് അങ്ങനെയാണ്, ഞാൻ കർമ്മം ചെയ്ത് കർമ്മത്തിനെയൊക്കെ തീർക്കാം എന്ന് വിചാരിക്കും. അത് ഏതുപോലെയാണ്? നാരദ മഹർഷി ഒരു ഉദാഹരണം ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു മദ്യപാത്രത്തിനെ മദ്യം കൊണ്ട് കഴുകിയാൽ വൃത്തിയാകില്ലല്ലോ. വ്യാസദേവനോട് നാരദ മഹർഷി ചോദിക്കുന്നതാണ്. നിങ്ങൾ നേരിട്ട് ഭക്തിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടില്ല, നിങ്ങൾ പറയുന്നതൊക്കെ കർമ്മങ്ങളെ കുറിച്ചാണ്. നിങ്ങൾ പറയുന്ന കർമ്മം കൊണ്ട് ഒരിക്കലും കർമ്മങ്ങൾ ശുദ്ധീകൃതമാകുന്നില്ല. ഏതുപോലെ മദ്യപാത്രത്തിനെ മദ്യം കൊണ്ട് കഴുകിയാൽ വൃത്തിയാമോ എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. നമ്മുടെ എല്ലാം ഭൗതിക കർമ്മമാണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നതെല്ലാം ഭൗതിക കർമ്മമാണ്.
ഒരു ഭൗതിക കർമ്മത്തിനെ വേറൊരു ഭൗതിക കർമ്മത്തിനെ കൊണ്ട് ശുദ്ധീകരിക്കാൻ സാധിക്കും. അതാണ് നാരദ മഹർഷി ചോദിച്ചത്, മദ്യം വെച്ച പാത്രത്തിനെ മദ്യം കൊണ്ട് കഴുകിയാൽ വൃത്തിയാക്കി നോക്കാൻ. ഒരു ഭൗതിക കർമ്മത്തിനെ നമ്മൾക്ക് വേറൊരു ഭൗതിക കർമ്മം കൊണ്ട് ഇല്ലാതാക്കാനോ ശുദ്ധീകരിക്കാനോ സാധിക്കുന്നില്ല. അതിന് എന്ത് ചെയ്യണം? ഭഗവാന്റെ സേവനത്തിലേക്ക് വരണം, ബുദ്ധിയോഗത്തിലേക്ക് വരണം. അപ്പോൾ മാത്രമേ കർമ്മം ശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ ഇങ്ങനെ കർമ്മങ്ങൾ കൂടിക്കൂടി വരിക മാത്രമേ സംഭവിക്കൂ. നമ്മൾ തെറ്റായിട്ട് വിചാരിക്കുകയാണ് കർമ്മം ചെയ്തിട്ട് ഞാൻ കർമ്മം തീർക്കാം എന്ന് വിചാരിക്കുന്നത്. നാരദ മഹർഷി പറഞ്ഞതുപോലെ മദ്യപാത്രത്തിനെ മദ്യം കൊണ്ട് ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നത് പോലെ. അങ്ങനെയാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. സംശയമൊന്നുമില്ലെങ്കിൽ നമ്മൾക്ക്